15-ലും 20-ലും ഒക്കെ പൊട്ടിച്ചിട്ട് പൊട്ടാതെ പോയ സാധനം അന്നത്തെ നേരത്തെയുള്ള BJP സംസ്ഥാന അധ്യക്ഷന്മാർക്കും ഒരേ 15-ലും 20-ലും ഒക്കെ കൊടുത്താണല്ലോ. അന്നെല്ലാം പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ കഴമ്പില്ല എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടി നടപടിയെടുക്കാതിരുന്നു. ചില ആളുകൾക്കെതിരായിട്ടുള്ള പരാതിയിൽ കഴമ്പുണ്ട് പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതറിയാമല്ലോ അല്ലേ? ചില ആളുകൾക്കെതിരായിട്ട് പരാതി ലഭിച്ച സമയത്ത് അത്തരം ആളുകൾക്കെതിരായിട്ട് ലഭിച്ച പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്തരം ആളുകളെ സമാനമായിട്ടുള്ള പരാതി ലഭിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇന്ന് 15-ലും ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. സന്ദീപ് വാര്യരെ മാറ്റി നിർത്തിയത് നിങ്ങൾക്കറിയില്ലേ? പാർട്ടിയിൽ നിന്ന് സമാനമായിട്ടുള്ള പരാതിയാണ്. എൻ്റെ 1984 തൊട്ട് ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്ത ആളാണ്. എന്നെ ഒരു ദിവസം പോലും ഈ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ മടിയിൽ കനവില്ല. ഏത് തരത്തിലുള്ള അന്വേഷണം വന്നോട്ടെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. VD സതീശനും കോൺഗ്രസിൻ്റെ നേതാക്കളും എന്നെ ഈ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയത്തിൽ നിന്ന് പാലക്കാട് സമരരംഗത്ത് BJP എന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകാത്ത സ്വപ്നമാണ്. ഇതിൽ അന്ന് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് എനിക്കെതിരായിട്ട് 15-ലും 20-ലും ഇത് ഓപ്പറേറ്റ് ചെയ്ത ആൾ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. ആരാണ് ഓപ്പറേറ്റ് ചെയ്തത്? 2 ദിവസം മുമ്പ് ആരാ നനഞ്ഞ പടക്കം പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കും പറഞ്ഞ് ആ സ്വാമി തന്നെ എന്തിനാ നിങ്ങൾക്ക് അല്ല തേങ്ങ ഉടയ്ക്കും പറഞ്ഞ സ്വാമിയെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. തേങ്ങ ഉടയ്ക്കും പറഞ്ഞ സ്വാമിയെക്കുറിച്ച് അറിയാമല്ലോ. 15-ലും 20-ലൊക്കെ പാർട്ടിക്ക് അകത്ത് നിന്നിട്ട് ഈ കാര്യങ്ങൾ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ അതെ ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ യാതൊരു കഴമ്പില്ല എന്നുള്ളതിൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞ സാധനമാണ്. ശരി അതെ ക്ലബിലെ ഇതേ പരാതിക്കാര് വാർത്താ സമ്മേളനം നടത്തി അന്ന് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ എന്താണെന്ന് തോന്നുന്നത്? 2015 നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടർമാരുണ്ടായിരുന്നല്ലോ. എല്ലാ പത്രങ്ങളുടെയും ചാനലുകളുടെയൊക്കെ റിപ്പോർട്ടർമാർ 15-ലും 20-ലൊക്കെ ഉണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ബിനുരാജായിരുന്നു, മാതൃഭൂമിയുടെ അബിലാലായിരുന്നു, ഷുക്കൂർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട് മീഡിയ വണ്ണിൻ്റെ. അന്ന് മാതൃഭൂമിയിലായിരുന്നു ഷുക്കൂർ. അപ്പോൾ അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇത് യാതൊരുവിധ കഴമ്പുമില്ല എന്നുള്ളതിൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞ സാധനമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 5 കൊല്ലം കൂടുമ്പോഴാണ്. നിങ്ങൾ ആ ടൈം ഗ്യാപ്പ് നോക്കണം. 2015, 2020, 2029-ലോ 30-ലോ വരും. ഞാൻ ഇതിലൊന്നും ഭയക്കില്ല. ഞാൻ ഇതിൽ ഏത് തരത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ആരായിരുന്നു വക്കീലെന്നറിയോ? സിവിൽ കേസിൽ CP പ്രമോദാണ്. അപ്പോൾ പ്രമോദ് എനിക്ക് അനുകൂലമായിട്ട് നിൽക്കില്ലല്ലോ. 2014-ൽ പരാതി വരുമ്പോൾ ഭാരതീയ ജനത മറ്റേത് പ്രോസിക്യൂട്ടറിലേ കയറുള്ളൂ.